സമയമെടുക്കും. കാരണം ഏകദേശം 100 ഗ്രാം മുതിര എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5.5 ഗ്രാം വരെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബറുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ഫൈബറിനോട് കൂടുതൽ ബൈൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടും ഇത് വേവിക്കാൻ കൂടുതൽ സമയം വേണം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പയറും കടലയും വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇത് വേവിക്കാൻ വേണം. മാത്രമല്ല ഇത് പതിയെ മാത്രമേ ദഹിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് കഴിച്ചാൽ ഉടനെ തന്നെ വിശപ്പ് ഉണ്ടാക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഭക്ഷണമാണിത്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയാവോ? നമുക്ക് മുതിര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയാൻ സഹായിക്കും, കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും, അതേപോലെ തന്നെ ഷുഗർ കുറയാൻ സഹായിക്കും. കാരണം ഇത് സ്ലോലിയാണ് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത്. പകുതി ഭാഗം ഇത് ആമാശയത്തിൽ ദഹിക്കുകയും ബാക്കി ഭാഗം ചെറുകുടലിലാണ് ഇത് കൂടുതലും ദഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നമുക്കൊരു സ്റ്റേപ്പിൾ ഫുഡ് എന്നും പറയാം. എന്നാൽ ചെറുകുടലിൽ ഇത് ദഹിക്കുന്നത് കൊണ്ട് തന്നെ കുടലുള്ള ബാക്ടീരിയകൾക്ക് ഇത് നല്ലൊരു ഭക്ഷണമാവും. കുടലുള്ള ബാക്ടീരിയയ്ക്ക് ഇവ ഭക്ഷണമാകുമ്പോൾ ഗ്യാസ്